ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയെ വിജയം പലരെയും എന്താ പറയുക മാനസിക നില തെറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസും, അതായത് നെഗറ്റീവ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പോലും പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, പറയേണ്ട ആഗ്രഹം അല്ലെങ്കിൽ പറയാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ ഇപ്പോൾ പറയേണ്ടി വന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ചെകുത്താൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചെകുത്താൻ, കൊരങ്ങൻ്റെ പോലത്തെ ഒരു ചെകുത്താനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. കൊരങ്ങനല്ല, കൊരങ്ങനൊക്കെ രാജാവാണ്. അത്രയും കൂതറയുള്ളൊരു വ്യക്തി. അതായത് കഴിഞ്ഞ ദിവസങ്ങൾ, അത് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, മമ്മൂക്കയുടെ തൊട്ടടുത്ത് സിദ്ദിഖ് സ്റ്റേജിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക സിദ്ദിഖിനടുത്ത് ഇരുത്തി എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയെ തെറി പറയുകയും, അതുപോലെ ദുൽഖറിൻ്റെ മകളെയും വരെ, ചെറിയ കുട്ടിയെപ്പോലും തോന്നിയവാസം വിളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മമ്മൂക്കയെയും തോന്നിയവാസമൊക്കെ വിളിക്കുന്ന മോഹൻലാലിനെയാണ് ഏറ്റവും കൂടുതൽ ആൾ തെറി വിളിച്ചിട്ട് ജയിലിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അവൻ ഇപ്പോൾ ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. അതെന്താണെങ്കിൽ, ഈ സിനിമ മമ്മൂക്കയുടെ പുതിയ സിനിമയെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയെ തേച്ച് വാരി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. കണ്ടിട്ടറിയാം, കണ്ടു നോക്കട്ടെ, ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് സിനിമയുടെ റിസൾട്ട് വരുമ്പോൾ പോയി കാണാം, പുച്ഛിച്ചിട്ട് പറയണത്. അവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് എഴുതിച്ചിട്ടുള്ളതാണ്. എല്ലാവരും സിനിമയെ പോസിറ്റീവാണ് പറയുന്നത്. പുച്ഛിക്കുന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഫേസ്ബുക്കിലൊക്കെ ഡൊമിനിക്ക് വൻ ഹിറ്റായ സ്ഥിതിക്ക് തിയേറ്ററിൽ പോയി നമ്മളിനി കാണണമെന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫേസ്ബുക്കിൽ അതുപോലെ വമ്പൻ ഹിറ്റാണ് സിനിമ. റിവ്യൂസ് ആണെങ്കിലും അങ്ങ് ഭയങ്കര റിവ്യൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ കാണത്തില്ല. കാണാത്തതിന്റെ കാരണം അതിന്റെ കാസ്റ്റിങ്ങിലൊക്കെ ഈ സുരേഷ് ഗോപി മോനൊക്കെ പിടിച്ച് തള്ളി കയറ്റുമ്പോൾ തന്നെ അറിയാം എന്തിനാ ഇതൊക്കെ തള്ളി കയറ്റുന്നതെന്ന്. അങ്ങനത്തെ ഓരോ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മക്കളെയൊക്കെ ഇങ്ങനെ തള്ളി കയറ്റാൻ പറ്റും. അല്ലാതെ വേറെ ഗ്യാപ്പൊന്നും അങ്ങനെ ഒരു നല്ല സിനിമയിലാണെങ്കിൽ നടക്കത്തില്ല. ഇതത്ര പോരായ്മ അവിടെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ നിന്ന് വരുന്നവന്മാർ ഇപ്പോൾ ഇന്നും നാളെയൊക്കെ പറയുന്നതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. ഏതായാലും നമുക്ക് നോക്കാം, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഈ പടം തിയേറ്ററിലുണ്ടെങ്കിൽ വേറൊരു റിവ്യൂ ഇടാം. അതുവരെ പടമൊന്നും കാണുന്നില്ല. പടം എല്ലാവരും കാണാൻ സാധ്യത കുറവാണ്. ഇങ്ങനത്തെ നമ്പർ പടങ്ങളൊന്നും ഞാൻ കാണാറില്ല, എന്താണെന്നറിയത്തില്ല. പിന്നെ തമിഴിൽ നിന്ന് ഹിന്ദി നോക്കി ഇപ്പോൾ കുറച്ച് ഡയറക്ടർമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ തിയേറ്ററിൽ വന്ന് ഡയറക്ടർ നിരങ്ങുക, പിന്നെ ഷോപ്പിംഗ് മോളുകളിൽ നടനും ക്രൂ മൊത്തം നിരങ്ങുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ എന്തോ ഒരു വശപ്പശവ് പോലെ തോന്നാറുണ്ട്. ഇപ്പോൾ എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ ബ്രഹ്മയുഗത്തിന്റെ ടീമിനെ ഒന്നും എനിക്കറിയത്തില്ല, ആട്ടത്തിന്റെ ആൾക്കാരൊന്നും നമ്മൾ ആരും ഇവിടുത്തെ നിരങ്ങുന്നത് കണ്ടില്ല. പിന്നെ അങ്ങനെ വിജയിച്ച പടങ്ങളുടെ ഒന്നും ആൾക്കാർ, ഇപ്പോൾ റൈഫിൾ ക്ലബ് ഇറങ്ങിയപ്പോൾ ആഷിക് കപൂർ ടീമും ഇങ്ങനെ നിരങ്ങുന്നത് കണ്ടില്ല. മാർക്കോട് ആൾക്കാരും അത്രയ്ക്കും കൂടെ നിരങ്ങുന്നത് കണ്ടില്ല. ശ്രദ്ധിച്ചു അതൊക്കെ. പക്ഷെ ഇതങ്ങനല്ല, ഇവിടെ നിരക്കം തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് ഭയങ്കരമായ റിപ്പോർട്ടുകളാണ് ഈ PR പാർട്ടികളിരുന്ന് എഴുതി കൂട്ടുന്നതും പത്രങ്ങളിലും ഒക്കെ വന്നു തുടങ്ങി. റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, മലയാള മനോരമ, എല്ലാവരും പിന്നെ സത്യം പറയുന്ന ആൾക്കാരാണല്ലോ. ഭയങ്കര സത്യസന്ധമായ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് വളരെ കൃത്യമായ റിവ്യൂ ആണ്. എല്ലാവരും അങ്ങോട്ട് കയറി ഒന്ന് കണ്ടു നോക്കണം. ഏതായാലും ഈ പ്രാവശ്യം ഈ ബോംബ് എന്താണെന്നറിയാം. ഈ ബോംബ് പൊട്ടുന്നുണ്ടോ, ഈ ബോംബ് പൊട്ടിയോ, സൂപ്പർ ബോംബാന്ന് പറയാം, അല്ലെ മോശം ബോംബാന്ന് പറയാം, എന്ത് വേണേലും ആയിക്കോ. അല്ല, ഞാൻ പറഞ്ഞതല്ല. ഇതിപ്പോൾ 2 ദിവസം കഴിയണം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തിയേറ്ററിൽ പടം ഉണ്ടെങ്കിൽ പോയി കണ്ടാൽ പോരെ. എതിരി ധൃതി വെക്കുന്ന ആൾക്കാരൊക്കെ കൂടെ ഇങ്ങനെയുള്ള സിനിമയൊക്കെ വരുമ്പോൾ. മമ്മൂട്ടിക്ക് കുറെ ഫാൻസ് ഉണ്ടാവും ഇതൊക്കെ തള്ളിക്കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പടം വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യമായ അന്വേഷണം നടത്തിയിട്ട് കാണുന്നതായിരിക്കും അതിന്റെ ഒരു രസം. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ, വെറുതെ സമയം കളയാം, മെനക്കെടാം. പിന്നെ നല്ല ചൂടൊക്കെയാ, തിയേറ്ററിൽ കയറിയിരിക്കാൻ തണുപ്പൊക്കെ കിട്ടുമായിരിക്കും. എന്താണേലും പടം കാണുന്നില്ല, തൽക്കാലം അത് കാണുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചതാ. അത് കാണാതിരിക്കുന്നതിന്റെ കാരണം ഇതൊക്കെയാണ്. അപ്പൊ ശരി, നന്ദിയുണ്ടേ.